വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം SCRTയുടെയും ഒക്കെ ആയിട്ട് അത്യാവശ്യം പേജസ് കവർ ചെയ്തു കേട്ടോ. അത് SCRTയുടെ പേജസും കുറച്ചധികം സിലബസും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയാവേ. സെപ്റ്റംബർ 21 മാധവിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് K. ആശ. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃത കീർത്തി പുരസ്കാരം നേടിയത് PR നാഥ്. അപ്പൊ ഞാൻ എങ്ങനെയാ കവർ ചെയ്തെന്നല്ലേ, PQS ഉപയോഗിച്ചാണ്. PQS ഉപയോഗിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താണ് കുറേ പോർഷൻസ് ഞാൻ കവർ ചെയ്തത്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാൽ. സേലിയ എബ്രഹാം രചിച്ച ഏറ്റവും പുതിയ പുസ്തകം ആൻഡ് ദി റിവർ ഫോളോസ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ശാസ്താംകോട്ട. കൊറിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് വനിതാ കിരീടം നേടിയത് ഇഗ സ്വിഡ്രിക്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. സെപ്റ്റംബർ 22 ബാലൻ ഡി ഓസ്കാർ പുരസ്കാരം 2025. ബാലൻ ഡി ഓർ പുരസ്കാരം 2025 മികച്ച പുരുഷ താരം ഓസ്മാൻ ഡെംബലെ PSG ഫ്രാൻസ്. ബാലൻ ഡി ഓർ പുരസ്കാരം 2025 മികച്ച വനിതാ താരം ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണ സ്പെയിൻ. ബാലിയൻ ഡി ഓർ പുരസ്കാരം 2000 മികച്ച യുവതാരം ലാമിൻ യമാൻ. മികച്ച കോച്ച് ലൂയി എൻട്രിക്ക. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സെക്രട്ടറിയായി നിയമിതനായത് അമിത് ഖാരെ. മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ പദ്ധതി പുനർഗേഹം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയം ലീഗ് ബ്രാൻഡ് അംബാസിഡർ രാംചരൺ. PQS വർക്കിട്ട് എന്നതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ എല്ലാവർക്കും? PQS എടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസും പഠിക്കുമ്പോൾ നമ്മൾ കുറേ പോർഷൻസ് കവർ ചെയ്യും. ഒരു പോർഷൻ എടുത്ത് കവർ ചെയ്യുന്നതിനേക്കാളും 10-30 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് PQS വർക്ക് ചെയ്തിട്ട് എന്നുള്ളത് ഗുണം. സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനം. സെപ്റ്റംബർ 23 ആദി യുവ ഫെലോഷിപ്പും ആദി കർമ്മയോഗി വാളണ്ടിയേഴ്സ് പ്രോഗ്രാമും ആരംഭിച്ച മന്ത്രാലയം ഗോത്രവർഗ കാര്യ മന്ത്രാലയം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC 2025 സെപ്റ്റംബറിൽ ആരംഭിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഓൺലൈൻ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. 2025 ഗവേണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ അടിസ്ഥാനതല ഡിജിറ്റൽ സേവന വിതരണത്തിനുള്ള പുതിയ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഗ്രാമപഞ്ചായത്ത് രോഹിണി, മഹാരാഷ്ട്ര. ഒക്ലഹോമ സർവകലാശാലയിലെ വാട്ടർ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ദ്വിവത്സര ഇന്റർനാഷണൽ വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ഹിമാൻഷു കുൽക്കർണി. പൊതുജനവുമായി സംവാദിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതി ദൃഷ്ടി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻസ് സെൽവാസിംഗി എന്ന പുതിയ സസ്യയിനം കണ്ടെത്തിയത്? പശ്ചിമഘട്ടം. സെപ്റ്റംബർ 24 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത കന്നഡ നോവലിസ്റ്റ് SL ഭൈരപ്പ. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുത്തുന്നതിന് ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുംകോർ.
കല സാഹിത്യ രംഗത്തെ മികവിന് തമിഴ്നാട് സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത സിവിലിയർ ബഹുമതിയായ കലൈമാമണി പുരസ്കാരം ലഭിച്ചത് ശ്വേതാ മോഹൻ. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ MS തുമ്മലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് KJ യേശുദാസ്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്ക. വിദേശത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാൻ നിലവിൽ വന്ന രാജ്യം മൊറോക്കോ. 2025 സെപ്റ്റംബറിൽ ടെക് പ്രോസ്പെരിറ്റി ഡീലിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ USA, UK. നിർമ്മിത ബുദ്ധി, പ്രതിരോധ കാര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ലോക നിലവാരത്തിലുള്ള സാങ്കേതിക കോഴ്സുകളും പദ്ധതികളും വഴി മികവിന്റെ കേന്ദ്രമാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് നിർദ്ദേശ് യുദ്ധക്കപ്പൽ രൂപകൽപ്പനശാല. സെപ്റ്റംബർ 25 കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷാ ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസ് പദ്ധതി DTAD. ഒഴുകാതെ ഒരു പുഴ എന്ന നോവൽ രചിച്ചത് ചന്ദ്രമതി. പ്രധാനമന്ത്രി മഹി പൻസര ആണവ നിലയ പദ്ധതിക്ക് തറക്കല്ലിട്ട സംസ്ഥാനം രാജസ്ഥാൻ. AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് തെലങ്കാന RTC. 2025 സെപ്റ്റംബറിൽ ജില്ലയിലെ തുമ്പി പട്ടികയിൽ ഇടം നേടിയ തുമ്പി ഇനങ്ങൾ പീതാംബരൻ തുമ്പി, വഴക്കാളി പേരക്കണ്ണൻ, കാട്ടു ചേരാച്ചിറകൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ഹാക്കത്തോണായ വികസിത് ഭാരത് ബിണ്ടത്തോൺ 2025 ആരംഭിച്ച മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം. 2025 സെപ്റ്റംബറിൽ 7 വർഷം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ജൂപ്പിറ്റർ. സെപ്റ്റംബർ 26 ശേഷി വികസനവും മനുഷ്യ വിഭവശേഷി വികസനവും പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR. 2025 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലോൺ ഡി ഓർ പുരസ്കാരം നേടിയത് ഉസ്മാൻ ഡൊംബലെ. 2025 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബലോൺ ഡി ഓർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമറ്റി. ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിലെത്തിയ ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവൽ എഴുതിയത് കിരൺ ദേശായി. 2015 അണ്ടർ 17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേതാക്കളായത് കേരള. 2025 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പേരിൽ ഒരു പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ചൈന. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് സഹമിത. സെപ്റ്റംബർ 27 കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി കാവൽ. 64ാമത് കേരള സ്കൂൾ കലോത്സവ വേദി തൃശൂർ. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. 2025 ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ ലഭിച്ചത് ഷീല PK മേദിനി. ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27. 2025 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും. 2025 ലോക വിനോദസഞ്ചാര ദിന ആഘോഷവേദി മെലാക്ക, മലേഷ്യ. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ MiG-21 പകരമായി രാജ്യം ഉപയോഗിക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനം തേജസ് Mk-1A. സെപ്റ്റംബർ 28 2025 സെപ്റ്റംബറിൽ BCCI
പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ്. സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ വനിതാ ഗുണഭോക്താക്കൾക്കും പ്രതിമാസം 2100 രൂപ ധനസഹായം ലഭിക്കുന്ന ദീൻദയാൽ ലഡോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ബീഹാർ. യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ (MAB) പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതി താഴ്വര. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് കൺവെൻഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പാക്പേ. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള പദ്ധതി ഓപ്പറേഷൻ വനരക്ഷ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ലോക നദീ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബറിലെ 4ാമത്തെ ഞായറാഴ്ച. സെപ്റ്റംബർ 29. 2025 അണ്ടർ-17 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് കിരീടം നേടിയത് ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുത്തത് അഭിഷേക് ശർമ്മ. വനിതാ പ്രീമിയർ ലീഗ് ചെയർമാനായി നിയമിതനായത് ജയേഷ് ജോർജ്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29. 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം ഡോണ്ട് മിസ് ദ ബീറ്റ്. 2025 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാങ്ങിയാങ് ഗ്രാൻഡ് കാന്യാൽ പാലം, ചൈന. സെപ്റ്റംബർ 30. 2025 സെപ്റ്റംബറിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ 2 പുതിയ തുമ്പി വർഗ്ഗങ്ങൾ ഇൻഡോഫാനസ് കേരളാൻസിസ്, ഇൻഡോഫാനസ് സഹ്യാഡ്രിയൻസിസ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. അന്താരാഷ്ട്ര പേയ്മെന്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യം ഖത്തർ. അടുത്തിടെ 10 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ആസ്ട്രോസാറ്റ്. ഇന്ത്യൻ നാവികസേന കിഴക്കൻ കടൽ തീരത്ത് ഇന്ത്യൻ സൈന്യവുമായി ചേർന്ന് നടത്തിയ ജൽ പ്രഹാർ 2025 സംയുക്ത അഭ്യാസത്തിന് വേദിയായത് വിശാഖപട്ടണം. PME ഡ്രൈവ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുകയും EV ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയും ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ് കോൾഡ് ഡെസേർട്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.